ഹലോ ഫ്രണ്ട്സ്, ഇത് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ നോക്കിയേ. കൊതിയൂറുന്ന നമ്മുടെ ഏലാഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏലാഞ്ചി ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് ഈന്തപ്പഴം തേങ്ങയാണ് കേട്ടോ ഫില്ല് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടാക്കുക. നല്ല രുചിയാണ് ഈന്തപ്പഴം ഇട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ മാവ് കുറച്ച് ഉണ്ടാക്കിയല്ലോ, ഇനിയിപ്പോൾ ഈ കുറച്ച് മാവും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ കയ്യിൽ കൊണ്ട് 2 കയ്യിൽ മൈദാപ്പൊടി, പിന്നെ ഇത്തിരി ഉപ്പ്, ഒരു 1/2 സ്പൂണ് പഞ്ചസാര, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, 1 മുട്ട മതി, ഇത്രയും പൊടി കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിക്കകത്താണ് ഞാൻ അടിച്ച് ചേർത്തിരിക്കുന്നത്. മിക്സിക്കാകുമ്പോൾ വേഗം കഴിയും ചെയ്യും, നന്നായി നമുക്ക് അടിച്ച് കിട്ടുമല്ലോ. അതിൻ്റെ ഇതൊരു പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിത് ഒഴിക്കാം. ചൂടായത് ശരിക്കും നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നമുക്ക് നന്നായി നൈസായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ചൂടാകട്ടെ. പിന്നെ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് നോക്കാം. ഫില്ല് ചെയ്യുന്നത് തേങ്ങ, പഞ്ചസാര ആവശ്യത്തിനുള്ളത്, ഈന്തപ്പഴം, നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇടാം കേട്ടോ. ഞാൻ നട്ട്സ് ഇട്ടിട്ടില്ല. ഈന്തപ്പഴവും തേങ്ങയും അല്പം എന്താ പറയുക, ഏലക്കായ ഉണ്ടല്ലോ, ഏലക്കായുടെ രുചിയാണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത്, അതിൻ്റെ സ്മെല്ലും. അപ്പോൾ ഏലക്ക പൊടിച്ചതും പഞ്ചസാര ഈ പാത്രത്തിൽ ഒരു 3/4 പാത്രം ഇട്ടു കേട്ടോ. മധുരം വേണ്ടവർക്ക് അത് അത്ര ഇടാം, മധുരം വേണ്ടാത്തവർക്ക് അധികം ഇടണ്ട. കാരണം നമ്മുടെ മാവിൽ ചെറിയൊരു മധുരവും ഉപ്പും ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇതിന്. അപ്പോൾ അത് ശരിയായിട്ട് വരട്ടെ. അപ്പോഴത്തേനും നമുക്കിത് നോക്കി ഇത് നമുക്കിതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം. ഇപ്പം നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യാനുസരണം ഫില്ല് ചെയ്യാം കേട്ടോ. എത്ര വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഫില്ല് ചെയ്യാവേ. എന്നിട്ട് തന്നെ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഫസ്റ്റ് ഒരു മടക്കുക, എന്നിട്ട് ഈ അറ്റത്തെ ജോയിൻറ്റിൽ അതിങ്ങോട്ട്, അതുപോലെ ഇതും ഇങ്ങോട്ട് വയ്ക്കുക. ഇതിങ്ങോട്ട് വെച്ചു. ഇത് രണ്ടറ്റവും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുമേ. നമ്മുടെ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റത്തെയാണത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ നല്ല രുചിയുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായം പറയണം.